തൃശൂരിൽ പട്ടാപ്പകൽ പോലീസുകാരന്റെ ക്വാർട്ടേഴ്സ് കുത്തിത്തുറന്ന് മോഷണം എന്നൊരു വാർത്ത വരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിലാണ് മോഷണം നടന്നത്. 50,000 രൂപയും 4 പവന്റെ മാലയും മോഷണം പോയി. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഉണ്ണി എന്ന പോലീസുകാരന്റെ ക്വാർട്ടേഴ്സിലാണ് കവർച്ച നടത്തിയത്. ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, പട്ടാപ്പകൽ ഒരു പോലീസുകാരന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോവുകയോ, അതും പോലീസ് ക്വാർട്ടേഴ്സിൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയോ? ജെയ്സൺ. അരുൺകുമാർ, തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടവിട്ട് ഇത്തരത്തിലുള്ള ഉറുമ്പരിക്കൽ നടക്കുന്നുണ്ട്. നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജില്ലാ DIG ഓഫീസിൻ്റെയും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷന്റെ സമീപത്തുള്ള 2 അമ്പലങ്ങളിൽ മോഷണം നടന്ന വാർത്ത നൽകിയത്. ഒരു മതിലിനോട് ചേർന്നിട്ടുള്ള മോഷണമാണ്. അതിനടുത്ത് തന്നെയാണ് ഈ ക്വാർട്ടേഴ്സ് ഉള്ളത്. ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഉദ്യോഗസ്ഥനാണ്, പോലീസുകാരനാണ് ഉണ്ണി എന്ന പോലീസുകാരൻ. ഇയാളുടെ വീട്ടിലാണ് പകലാണ് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ വീട് കുത്തി തുറന്ന് 4 പവനും അതുപോലെ തന്നെ 50,000 രൂപയായിട്ട് കടന്നു കളഞ്ഞു. 22-ാം തീയതിയാണ് സംഭവം. പക്ഷേ ആരും അറിഞ്ഞില്ല. പോലീസ് അത് പുറത്തു പറഞ്ഞു. സ്വാഭാവികമായിട്ടൊരു നാണക്കേടുണ്ടാവുന്ന കാര്യമാണ്. പോലീസ് സ്റ്റേഷനുകളോട് ചേർന്ന ഇതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട ഓഫീസുകളോട് ചേർന്നുള്ള ഒരു ക്വാർട്ടേഴ്സിലാണ് ഈ കവർച്ച എന്നത് പോലീസിനും അല്പം നാണക്കേടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരോടും പറഞ്ഞിരുന്നില്ല. ഇന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് തൊട്ടടുത്തുള്ള ഈ കവർച്ചയും പോലീസിന് അല്പം ഞെട്ടിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം നിരവധി പോലീസുകാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത്, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന സ്ഥലത്ത് പട്ടാപകൽ ഇത്തരമൊരു കവർച്ച നടക്കുക എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അത് മറച്ചുവെച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതിയെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. എങ്കിൽ പോലും ഈ തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങൾ പോലീസിനും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അരുൺകുമാർ.